രാഹുൽ ഈശ്വർ നമുക്കൊപ്പം. രാഹുൽ, തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പത്മകുമാർ ഇനി ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ അദ്ദേഹം SITക്ക് മുന്നിൽ നൽകണം. രാഹുൽ കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞു കേട്ടു, ഇവരൊക്കെ ഇത്രയും സ്ഥാനത്തിരുന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ആ വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കൊള്ളയും കള്ളത്തരവും നടത്തിയത്. രാഹുൽ, തികച്ചും അവിശ്വസനീയമാണ്. അതായത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഉള്ള അവിശ്വസനീയമായ ഒരു ട്വിസ്റ്റാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തതിൽ വേദനയും വിഷമവും ഉണ്ട്. പക്ഷെ സാർ ഇത്രയും വലിയ ചതിയാണ് ഞങ്ങൾ ഓരോരുത്തരോടും കാണിച്ചതെന്ന് പറയുമ്പോൾ എത്ര വിഷമവുമാണ്. അതായത് ഈ വിധി വന്നപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണീരണിഞ്ഞ ഞങ്ങൾക്കടക്കം, എന്നോട് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തിന് തരാമെന്ന് പറഞ്ഞ, യഥാർത്ഥത്തിൽ ഞങ്ങളെ അടക്കം, എന്നെയും മുത്തശ്ശിയും അമ്മയൊക്കെ ശബരിമലയിൽ എത്താൻ സഹായിച്ച ഈ മനുഷ്യൻ ആ സമയത്ത് സ്വർണ്ണക്കൊള്ള കൂടി പ്ലാൻ ചെയ്യുകയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യവും ഒരുതരം വിഷമവും ഉണ്ടാകുക. കാര്യം നമുക്ക് എല്ലാം അറിയാം, യഥാർത്ഥത്തിൽ പത്മകുമാർ സാറ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയ വ്യക്തിയാണ്. മറുവശത്ത് പിണറായി വിജയൻ സഖാവ്, ഒരു വശത്ത് ഞങ്ങൾ വിശ്വാസികൾ, രണ്ടുപേരുടെയും ഇടയ്ക്ക് നിന്ന് ഞാൻ ബാലൻസ് ചെയ്യുകയാണ് എന്നൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ മറികടന്നുകൊണ്ടാണ് വാസു സാറിനെ സുപ്രീം കോടതിയിലേക്ക് വിട്ടത്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരനാണെന്ന് പറയുകയും ഇത് പ്ലാൻ ചെയ്ത ആളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്കൊരുതരം വിശ്വാസികൾക്ക് ഈ പുറകിൽ നിന്ന് കുത്തിയ വേദനയാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമെല്ലാം അറിയാം. ഞാൻ ഇത് പറഞ്ഞിനി അവരെ വിഷമിപ്പിക്കുന്നില്ല. ശബരിമലയുമായിട്ട് ആത്മബന്ധമുള്ള, ചരിത്രബന്ധമുള്ള ഒരു വ്യക്തി, അയ്യപ്പന്റെ സ്വർണം, അതായത് ശബരിമലയിൽ കളിച്ച് വളർന്ന, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരുപാട് കാലം അവിടെ കോൺട്രാക്ടറായിരുന്നു, ആ കളിച്ച് വളർന്ന അയ്യപ്പനെ കണ്ടു വളർന്ന ഒരു വ്യക്തി, ഹരിവരാസനത്തിന്റെ ചരിത്രം അടക്കം അവരുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ശബരിമല സ്വർണ്ണക്കൊള്ള പ്ലാൻ ചെയ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വേദനയും വിഷമമാണ്. വാസു സാറ് പണ്ടേ വിശ്വാസികൾക്കെതിരായിരുന്നു, എങ്ങനെങ്കിലും കേസ് തോപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അതുപോലെ ആയിരുന്നില്ല പത്മകുമാർ സാർ. അപ്പൊ അതുകൊണ്ട് പത്മകുമാർ സാറിനോട് അയ്യപ്പന്മാർ ഒരിക്കലും പൊറുക്കില്ല. നിയമവും നമ്മൾ പൊറുക്കില്ല. അയ്യപ്പൻ പൊറുക്കുമെന്ന് എനിക്കറിയില്ല. ഒരിക്കലും രാഹുൽ, പത്മകുമാർ ഇനി ഉത്തരം പറയേണ്ടത് ഇങ്ങനെ ഒരു വലിയ കൊള്ള നടത്തിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് കൈമാറി എന്നതാണ്. ഇത് പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു ഭാഗവും, നടുക്ക് പോറ്റിയും, മറുഭാഗത്ത് നമ്മൾ ഈ ഇപ്പോൾ നിലവിൽ പറഞ്ഞു കേട്ടിട്ടുള്ള പല കപ്പൂറുകളും അടക്കമുള്ള വലിയ വലിയ പേരുകളും വലിയ ഗ്യാങ്ങുകളും ഒക്കെയാണ്. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. അതെ, ഒരു കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അതായത് ഏതാനും ലക്ഷം രൂപയ്ക്കോ കോടി രൂപയ്ക്കോ ഈ വലിയ കള്ളത്തരം ആരെങ്കിലും കാണിക്കൂ? എത്ര കോടികൾ, ദശകോടികളോ ശതകോടികളോ ഇതിൽ ഇൻവോൾവ് അല്ലെങ്കിൽ ചെയ്യുമോ? കാര്യം എത്ര പേർക്ക് വീതിച്ചു കൊടുക്കാനുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പേർക്ക് വീതിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നയപരമായൊരു കൊള്ള. ഇന്നും മാതൃഭൂമി ന്യൂസിന്റെ ആദ്യ റെസ്പോൺസ് എനിക്ക് ഓർമ്മയുണ്ട്. മാതൃഭൂമിയോട് വളരെ അഗ്രസീവായി, അത് ചെമ്പാണോ എന്ന് നിങ്ങൾക്ക് അറിയാമോ, ചെമ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് വാദിച്ചത്. അതായത് ആദ്യം 42.8 കിലോഗ്രാമും 38 കിലോഗ്രാമും ഉള്ളതിൽ 4 കിലോഗ്രാം സ്വർണ്ണമല്ല കുറഞ്ഞതെന്ന് തെറ്റിദ്ധാരണ വരുത്തി എനിക്ക് ഇന്നും മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ച ഓർമ്മയുണ്ട്. 48 പവനാണ് എന്റെ കാലത്ത് പൂശിയെന്നൊക്കെ ധൈര്യത്തോടെ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അതിൽ 1.5 കിലോഗ്രാം ഉണ്ടായിരുന്നു. വാതിൽ പാളികളിൽ 2.5 കിലോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പുള്ളി മറച്ചു വെച്ചു. ഇനിയും തീർന്നില്ല, ഇതേ കട്ടളയുടെ മാത്രമാണ്. ഇനിയും വീണ്ടും അറസ്റ്റ് ഇദ്ദേഹത്തെ തന്നെ രേഖപ്പെടുത്തേണ്ടി വരും ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ. അതായത് ഇദ്ദേഹത്തെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കേസിൽ മാത്രമാണ്. ഇനി 2ാമത്തെ കേസുണ്ട്. ഇത് ആർക്കും മറിച്ചു വിറ്റു. എനിക്കിത് പറയുന്നതിൽ അങ്ങേയറ്റം വിഷമമുണ്ട്. ശബരിമല ഇപ്പൊ ഇരിക്കുന്ന കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വിജയമല്യ തന്ന ഒറിജിനൽ തനി തങ്കത്തിലുള്ള 24 ക്യാരറ്റ്. ഇത്രയും വലിയ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടുള്ള ആൾ ശബരിമലയിൽ എന്തൊക്കെ കൊള്ളകൾ നടത്തിയിട്ടുണ്ടാകും? എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാര്യം യഥാർത്ഥത്തിൽ ഈ സിനിമകളിലൊക്കെയുള്ള ഈ വില്ലന്മാരുടെ ആന്റി ക്ലൈമാക്സ് വരുന്നത് പോലത്തെ ഒരു സാധനമാണ്. കാര്യം ആരും ചിന്തിച്ചില്ല. ഞാൻ മാതൃഭൂമിയിലടക്കം എത്രയോ വർഷം എന്ന് പറഞ്ഞു പത്മകുമാർ സാർ ഇതിൽ പേര് വരരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അന്ന് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ കരുതിയിരുന്നത് ചിലപ്പോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ചെറിയ പങ്കുണ്ടെന്നാണ്. ഇപ്പൊ വെളിയിൽ വരുന്ന വാർത്തകൾ വെച്ച് ഇത് പ്രധാനമായി മുഖ്യ സൂത്രധാരനായി നിന്ന് പ്ലാൻ ചെയ്ത വ്യക്തികളിൽ ഒരാൾ പത്മകുമാർ സാറാണെന്ന് പറയുമ്പോൾ എത്രമാത്രം വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. ഇനിയും അദ്ദേഹത്തിന് 66 വയസ്സ് കഴിഞ്ഞു. ഇനിയെങ്കിലും അദ്ദേഹം ഈ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സമസ്താപരാധം ഏറ്റുപറയണം. നിയമം എന്തായാലും ശിക്ഷിക്കും, സംശയമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. ഇത്രയും കാലം ഇങ്ങനെ ഇത്രയും വലിയൊരു സമൂഹത്തെ പറ്റിച്ച് അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തണമെങ്കിൽ അത് ഏറ്റുപറയാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തെങ്കിലും സംഭവിക്കട്ടെ, നിയമപരമായ കാര്യങ്ങൾ നൽകട്ടെ.